എല്ലാവർക്കും ഫാമിലി വണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് April 30th ആണ്. പപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലാരിവട്ടത്തുള്ള ഹാസ്റ്റോ കഫേയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പയും അമ്മയും ഇത് പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു പ്ലാൻ ചെയ്തത്. അപ്പുറത്തെ ടേബിളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മെയിൻലി ആൾക്കാർ ഈ സെലിബ്രേഷൻസിന് വരുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തെ ടേബിളിലും ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ ടേബിളിൻ്റെ ലുക്ക് വരുന്നത്. അവർ നന്നായിട്ട് നമ്മുടെ ടേബിള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കഫേയിലെ സ്റ്റാഫ് ഒരു ഡ്രൈ ഐസിൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ആ ഒരു ഫീലിലിരുന്നാണ് പപ്പയമ്മയും കേക്ക് മുറിച്ചത്. നല്ലൊരു എന്താ പറയുക, നല്ല ഭംഗിയായിരുന്നു ആ ഒരു വിഷ്വൽ കാണാനായിട്ട്. വീഡിയോയിലും ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. ഈ ഹസ്തോ കഫേ ഒരിടക്ക് ഭയങ്കര വൈറലായിട്ടൊരു കഫേ ആയിരുന്നു. മിക്കവർക്കും അറിയാൻ പറ്റും, സെലിബ്രേഷൻസിനും കാര്യങ്ങളൊക്കെ മിക്കവരും ചൂസ് ചെയ്യുന്ന ഒരു കഫേയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്മോക്കി എഫക്റ്റ് തന്നെയാണ്. അവർ ഈ തരുന്നൊരു യുണീക്ക് ഫെസിലിറ്റി കാരണമാണ് എല്ലാവരും ഇവിടെ പോയിട്ട് ഓരോ സെലിബ്രേഷൻസും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു സെലിബ്രേഷൻ കോർണർത്തും കൂടി പറയാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ ഹസ്റ്റോ കഫേ. കാരണം നമുക്ക് എല്ലാ സെലിബ്രേഷൻസും ഒരു കുറച്ച് പേരുള്ള ഒരു 3-4 പേരുള്ള എല്ലാ സെലിബ്രേഷൻസും നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പ്രീമിയം ആംബിയൻസിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ഈ കഫേ വരുന്നത് പാലാരിവട്ടം ലെക്സോ കൊച്ചിൻ്റെയും ചിക്കിങ്ങിൻ്റെയും നടുക്കായിട്ട് വരും. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ചെറിയ കഫേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രൈവസിയും ഉണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ആൾക്കാർ സെലിബ്രേഷൻസിന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്രൗഡ് അങ്ങനെ ഉണ്ടാവാനും ചാൻസ് ഇല്ല. ഇവരുടെ ടൈമിംഗ് വരുന്നത് 12 മണി തൊട്ട്, അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് ഡാർക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു. ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് കസ്റ്റേർഡിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു മൂസ് കേക്കായിരുന്നു. അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് മാത്രമല്ല, അവിടെയുള്ള എല്ലാ കേക്ക്സ് ആണെങ്കിലും പേസ്ട്രീസ് ആണെങ്കിലും എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത്രയും ടൈം അവിടെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കേക്കും പിന്നെ ഒരു പേസ്ട്രിയും കൂടി മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. സർപ്രൈസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മനെ കാണുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ വരെ പാലാരിട്ടോ ഇവിടെ വരെ മന്നെന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു അവിടെ വരെ പോണോന്നായിരുന്നു. പക്ഷെ അടുത്ത് എവിടെയെങ്കിലും വെച്ചാണ്, കാരണം ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 20-22 കിലോമീറ്റർ, 55 മിനിറ്റ് അവിടെ നിന്ന് 55 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വന്നിട്ടാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ട് ദേഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ലൊക്കേഷനും ആംബിയൻസും കണ്ടപ്പോഴേക്കും സന്തോഷമായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പൊ ഇനി തൊപ്പിവാപ്പയില് ബിരിയാണി കഴിക്കാൻ വന്നേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തെങ്കിലും പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പ്ലേസ് എന്തായാലും ഒന്ന് നോക്കണം. അടിപൊളി സ്ഥലമാണ്.